കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാത്ത പഴയ മാസ്കുകളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അലാസ്റ്റിക്കൊക്കെ ഇതേപോലെ അങ്ങ് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പീസ് ക്ലോത്ത് എടുക്കാം കേട്ടോ, നമ്മുടെ പഴയ ചുരിദാറോ അല്ലെങ്കിൽ ചുരിദാറിൽ കട്ട് ചെയ്ത പീസൊക്കെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് പീസും ഒരേപോലെ വെട്ടിയെടുത്തതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെഷീൻ ഉണ്ടെങ്കിൽ മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യില്ല, അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ടാണെങ്കിൽ ഒന്ന് ഉറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ വരുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ആ മുകളിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, എത്ര നമുക്ക് ചെറുതായി മടക്കാൻ പറ്റും അത്രയും ചെറുതായി മടക്കുക. എന്നിട്ട് താഴത്തെ ഭാഗം നേരെ ഒറ്റ മടക്കം മടക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും സൂചി നൂലെടുത്തിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കെട്ടി കൊടുത്തതിന് ശേഷം ഇങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എത്തുമ്പോൾ വീണ്ടും ഉള്ളിൽ ഇരിക്കുന്ന നമ്മൾ മടക്കി വെച്ച ആ പീസ് ഉണ്ടല്ലോ, അതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വലിക്കുക കേട്ടോ, ആ ഗ്യാപ്പിലൂടെ. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെഷീനിലാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയിട്ട്. കണ്ടോ, ഈ കാണുന്ന പോലെ നമ്മൾ ഇങ്ങനെ വലിക്കുക, താഴെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വലിക്കും തോറും ആ ഒരു ഗ്യാപ്പ് നമുക്ക് വരും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൈകളിൽ ഉള്ളിലേക്ക് തള്ളിയിട്ട് ഉള്ളിലത്തെ പീസ് മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഉള്ളിലോട്ട് തന്നെ തള്ളിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് എത്തുമ്പോൾ ഒരു അല്പം മാത്രം ബാക്കി നിർത്തി കെട്ടിട്ട് അവസാനിപ്പിക്കുക. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പീസ് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കണ്ടോ, ഒരു ലൂപ്പ് പോലത്തെ ഒരു സംഭവം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ മാസ്കിൻ്റെ വള്ളി എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതുമൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂചിമലായാലും കെട്ടി കൊടുത്താൽ മതി. ഇത് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടി ചെയ്തത് കേട്ടോ. ക്രോഷ്യ നീഡിലാണിത്. എന്നിട്ട് അപ്പുറത്തെ സൈഡിലൂടെ പുറത്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക കേട്ടോ. ആ രണ്ട് എലാസ്റ്റിക്കും കറക്റ്റാക്കി വെച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു വലുപ്പം വെച്ചിട്ട് അതങ്ങ് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു ഗ്യാപ്പ് വരുന്ന പീസ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാം കേട്ടോ. അത് വളരെ ഈസിയാണ്, നമുക്ക് കാണാത്ത പോലെ സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് എലാസ്റ്റിക് ഉള്ളിലോട്ട് പിടിച്ചിട്ട് നമ്മളിത് അതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ട് പീസുകളും ഉള്ളിലോട്ട് എൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു റണ്ണിങ് ഇവിടെ, ഒരു റണ്ണിങ് അപ്പുറത്തെ പീസിൽ, അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. തുന്നി കൊടുക്കുക കേട്ടോ, സ്റ്റിച്ച് ചെയ്യലല്ലോ, തുന്നിയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ കെട്ടും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം കെട്ടിടുക. എന്നിട്ട് ആ ഒരു കെട്ട് ഉള്ളിലോട്ട് പോകാനായിട്ട് നൂലുള്ളിലോട്ട് വലിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വലിച്ചെടുത്തിട്ട് ആ നൂലങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന നമ്മുടെ ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മറ്റു ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ പൈപ്പിംഗ് ഒന്നും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ടുകളിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തും കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്കും നമുക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു അടിപൊളി ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ഐഡിയ ചെയ്യാണ്. നമ്മൾ അതേപോലെ തന്നെ ഒരു ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ എടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കുട്ടിയുടെ തലയിലൊന്ന് വെച്ച് നോക്കിയിട്ട് ആ ഹെയർ ബാൻഡൊക്കെ വരുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തിൻ്റെ അളവ് എടുത്തിട്ട് നമ്മളിത് ബാക്കി അങ്ങ് കട്ട് ചെയ്തിടുക. എന്നിട്ട് ആ ഒരു പീസിലോട്ട് നമ്മുടെ എലാസ്റ്റിക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ അങ്ങ് തുന്നി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ തുന്നുന്ന പോലെ തുന്നി കൊടുക്കുക. നന്നായിട്ട് ഉറപ്പിച്ച് തന്നെ ആ ഒരു എലാസ്റ്റിക്കും കൂടെ കൂട്ടി തുന്നുന്ന പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളുടെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാച്ചായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി, ഒരു പീസ് തുണി നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വളരെ ഈസി ആയിട്ട് ഒറ്റ കോസ്റ്റും ഇല്ലാണ്ട് നല്ല അടിപൊളി മാച്ചിങ് ഹെയർ ബാൻഡ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും തുന്നി എടുത്തിട്ടുണ്ട് കണ്ടോ ആ എലാസ്റ്റിക്. അതിനുശേഷം നമ്മൾ ആ എലാസ്റ്റിക് ഇടാതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗമില്ലേ, ആ ഒരു പീസ് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് എലാസ്റ്റിക് ഇട്ട ഭാഗം അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഉള്ളിലോട്ട് വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സ്റ്റിച്ച് നമ്മുടെ ആ പുറത്തെ തുണിമേലും ഒരു സ്റ്റിച്ച് മറ്റേ തുണിമേലും ചെയ്തിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സീം കാണാതെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെഷീനിൽ ചെയ്ത പോലെ തന്നെ ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. സ്റ്റിച്ചിങ് അറിയൂല കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു പീസ് ഇതേപോലെ മടക്കി കൊടുക്കുക. കണ്ടോ, ഉള്ളിലോട്ട് മടക്കുക, സ്റ്റിച്ചിങ്. എന്നിട്ട് അടുത്ത പീസ് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കാം. എന്നിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ബോവും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടില്ലേ. ഇനിയിപ്പോൾ ഈ ബോ ഉണ്ടാക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നമ്മുടെ ചാനൽ ഒരുപാട് ലെങ്ത് ആവില്ല, അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് കാണിക്കാത്തത്. അപ്പോൾ ഇതേപോലെ കാണിക്കണം. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസും അതുപോലെ തന്നെ നല്ല അടിപൊളി ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ബോ പോലെ ചുരുട്ടി വെച്ച് കൊടുത്താലും നല്ല രസമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? വീണ്ടും വരാം. ബൈ.